ദൈവത്തെ അന്വേഷിക്കണം, നമ്മൾ ദൈവവഴിയിൽ നടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഓർത്ത് പിന്നെയും സ്തുതിക്കുന്നു. ദാവീദ് പകൽക്കാലത്ത് നമ്മൾ 3-ാമത്തെ സങ്കീർത്തനം വായിപ്പാൻ ഇടയായില്ലേ? 3-ാമത്തെ സങ്കീർത്തനത്തിലൂടെ ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചു തുടങ്ങണം കേട്ടോ. ദൈവം സംസാരിക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞാനും അങ്ങനെ തന്നെയാണ്. മാനുഷികമല്ല, ദൈവം തന്നെ ഞങ്ങളോട് നമ്മുടെ സംസാരിക്കും, നമ്മുടെ സഭയോട്. നമ്മുടെ നായകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുവാണ് നമ്മുടെ നായകൻ, നമ്മുടെ നടത്തിപ്പുകാരൻ. അവൻ ആദ്യനും അന്ത്യനായ ദൈവമാണ്. ഹല്ലേലൂയ. അവനിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവ് വരുത്തത്തില്ല. എല്ലാ കാര്യങ്ങളും സാധ്യമായി തീരും. ഭയപ്പെടേണ്ട. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുൻപോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് പകൽക്കാലത്തിൽ 3-ാമത്തെ സങ്കീർത്തനത്തിൽ വായിച്ചു. അതിൻ്റെ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ പറയുകയാണ്. യഹോവേ, സങ്കീർത്തന പുസ്തകം ദാവീദിൻ്റെ സങ്കീർത്തനമാകുന്നു. ദാവീദ് ഭക്തൻ പറയുന്നത്, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഒന്നുകൂടി എടുത്ത് പറഞ്ഞാൽ, യഹോവയെ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു എന്ന് പറയണം. ദാവീദ് ഭക്തൻ്റെ ഒരു സങ്കീർത്തനം. ദാവീദ് ഭക്തനെ കുറിച്ച് നമുക്കറിയാം. ദൈവം ഇഷ്ടം ചെയ്ത ഒരു മനുഷ്യനാണ്, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണ്, ദൈവത്തെ എപ്പോഴും മുൻപിൽ വച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ദാവീദിലൂടെ ഒരുപാട് വീര്യപ്രവൃത്തികൾ ദൈവത്തെ മുൻപിൽ വച്ചിരുന്നതിനാൽ ഒരുപാട് കാര്യങ്ങൾ അവൻ സ്തോത്രം, ലോകത്തിലെ നല്ല പ്രവൃത്തികൾ, ദൈവപ്രവൃത്തികൾ, രക്ഷയുടെ പ്രവൃത്തികൾ അവനിലൂടെ ഒരുപാട് നമ്മൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭക്തനാകുന്ന ദാവീദ് പറയാണ്, യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. ദൈവമനുഷ്യൻ പറയാണ്, ദൈവമക്കൾ പറയുകയാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവ പുരുഷനായിരുന്നാലും ദൈവമകളായിരുന്നാലും സ്തോത്രം, അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നമുണ്ട്. ദൈവമക്കളൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഓട്ടോമാറ്റിക്കൽ ലോകം അനുകൂലമല്ല, ലോകം പ്രതികൂലമാണ്. ലോകത്തിൽ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ദൈവമക്കൾക്കുണ്ടാകും. പ്രത്യേകാലും ഒരു ദൈവപുരുഷനെന്ന് കണ്ടാൽ പിശാച് വിടത്തില്ല. എങ്ങനെയെങ്കിലും വേട്ടയാടി ആ വഴികളിൽ നിന്ന്, ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് തിരിപ്പിച്ച് ലോകത്തിൻ്റെ മാർഗിയാക്കി തീർക്കുവാൻ വേണ്ടി പിശാച് അത്രത്തോളം ഒരുപാട് പോരാടും. അങ്ങനെ പിശാച് ആളുകളിലൂടെയൊക്കെ കടന്ന് ദൈവമക്കളെ അനുദിനം ഉപദ്രവിക്കും. പ്രൈസ് ദി ലോർഡ്. അനുദിനം കുത്തി തോവിക്കും, അനുദിനം മുറിവേൽപ്പിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് നടക്കുമ്പോഴുണ്ടായ അനുഭവമാണ് ഇവിടെ ദാവീദ് ഭക്തൻ പറഞ്ഞത്, യഹോവേ, എൻ്റെ വൈരികൾ, എന്നെ എതിർക്കുന്നവർ പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അത് ലോകമാണ് എതിർക്കുന്നത്. ദൈവമക്കളാരും അവനോട് എതിർക്കത്തില്ല. ലോകക്കാര് ദൈവമക്കളെ എതിർക്കും. സ്തോത്രം. ലോകം കരുതുന്നത് ലോകത്തിന് മുൻപേ പോകണം, ലോകത്തിന് ജയം കൊടുക്കണമെന്ന്. ദൈവം വിചാരിക്കണം ദൈവമക്കളും ജയം എടുക്കണം. ദൈവമക്കളെ കരുതുന്നത് അങ്ങനെയാണ്. പ്രൈസലോ. ദൈവജനവും ലോകക്കാരൊക്കെ നമ്മുടെ പാതയിൽ, ജയത്തിൻ്റെ പാതയിലേക്ക് വരണം, രക്ഷയുടെ പാതയിലേക്ക് വരണമെന്നാണ് ദൈവമക്കളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിരോധമായിട്ടാണ് ലോകം. പ്രൈസലോട്. അതിൻ്റെ 3-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വചനം ഇപ്രകാരമാണ് ദാവീദ് ഭക്തൻ പറയുന്നത്, അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലതും പറയുന്നു. ദൈവത്താലുള്ള ഒരു ദൈവ മനുഷ്യനെക്കുറിച്ച്, ഒരു ദൈവ പൈതലിനെക്കുറിച്ച്, മക്കളെക്കുറിച്ച് അവന് രക്ഷയില്ലെന്നാണ് ലോകം പറയുന്നത്. അനേകർ പറയുന്നു, അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. രക്ഷ നമുക്കെല്ലാവർക്കും രക്ഷയാണ്, ലോകത്തിന് രക്ഷമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് രക്ഷപ്പെടുന്നത് ഇത് അല്പ ബുദ്ധിമുട്ടുള്ള കാര്യം. മറ്റുള്ളവർ രക്ഷപ്പെടുന്നത്, നമുക്ക് രക്ഷ വേണം. ലോകം അങ്ങനെയാണ് കരുതുന്നത്. ലോകത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, നമ്മളെക്കുറിച്ചൊന്നുമല്ല, ലോകത്തെക്കുറിച്ച് കരുതുന്നതാണ്. നമുക്കെതിരെ പാർക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് രക്ഷ വേണം. ഹല്ലേലൂയ. നമ്മളുടെ മറ്റൊരാൾ രക്ഷപ്പെടരുത് എന്ന് അങ്ങനെ ചിന്തിക്കുന്നത് ലൗകിക ചിന്തയാണ്. ലോകത്തിൻ്റെ പ്രഭുവാകുന്നു ആ ചിന്ത ആ മനുഷ്യൻ മേൽ കൊണ്ടിടുന്നത്. അതിനെ നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ ജയിക്കണമെന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിനെ നമ്മൾ ത്യജിച്ച് നന്മയെ നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. നന്മ രക്ഷയാണ്. സ്തോത്രം. രക്ഷ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് രക്ഷയ്ക്കായി ഓടുന്നവനെ കുറിച്ച് ദാവീദ് രക്ഷയ്ക്കായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുന്നതായി കാണുവാൻ കഴിയും. അവർ ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു.
ദൈവത്തോടാണ് പറയുന്നത്, ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറയാണ്. അതിൻ്റെ 8 പറയുന്നു, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. ഹല്ലേലൂയ എന്നാകുന്നു അവിടെ പറയാൻ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു ആമേൻ, ആമേൻ. അനുകൂലമല്ലാത്ത, ഇവിടെ ഭക്തൻ പറയുന്ന അനുകൂലമല്ലാത്തൊരു ലോകം, രക്ഷയ്ക്ക് വിരോധമായി നിൽക്കുന്നൊരു ലോകം. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നല്ലേ? സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ലോകം അതിന് അനുകൂലമല്ല, പ്രത്യേക ദൈവമക്കൾക്ക് അനുകൂലമല്ലെന്ന് പറയാണ്. ആമേൻ. നേരെ മറിച്ച് യേശു ഒരിക്കൽ ശിഷ്യന്മാരെ നിയോഗിച്ചപ്പോൾ, തൻ്റെ വേലയ്ക്കായി അയച്ചപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും. ഹല്ലേലൂയ. ശത്രുവിൻ്റെ സകല ബലത്തെ, അങ്ങനെ ശത്രു ബലമുള്ള ആളാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ ഉണ്ടായിരുന്ന ആളാണ് ശത്രു. ആമേൻ, ആമേൻ. ഫസ്റ്റ് പറയുന്ന പാമ്പുകളെയും തേളുകളെയും. പാമ്പ് എന്ത് ചെയ്യും? പാമ്പിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൊത്തും അല്ലേ? തോളിൻ്റെ സ്വഭാവം എന്താണ്? തേള് കൊത്തും പുറകെ നിന്ന്. ലോകം നമ്മളെ കൊത്തുകയും പുറകെ നിന്ന് കുത്തുകയും ചെയ്യും. അങ്ങനെ സ്തോത്രം, അങ്ങനെ ഉള്ള അനുഭവം ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ദാവീദ്. ആമേൻ, ആമേൻ. ഇങ്ങനെ കുത്തുകയും നമ്മൾ ചെയ്യുന്നത് നമ്മളെ കാണുമ്പോൾ ആമേൻ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ദൈവത്തോട് പറയും, ഇല്ലേ എന്നെ എതിർക്കുകയാണ്, ഒരുപാട് എതിർക്കുകയാണ്, മുൻപിൽ നിന്നും പിൻപിൽ നിന്നും കുത്തുന്നു കർത്താവേ എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ, ആമേൻ, പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസിന് ഇങ്ങനെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഒരുപാട് എതിരികൾ അവനെ കുത്തുവാനിടയെ തീർന്നു. സ്തോത്രം. അപ്പോൾ പൗലോസ് കർത്താവിനോട് പറഞ്ഞു, മതി കർത്താവേ എന്ന് പറഞ്ഞ്, ഇനി ജീവിച്ചത് മതി എനിക്ക്. ആമേൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആമേൻ, ഞാൻ നിന്നോട്, ആമേൻ, ഹല്ലേലൂയ, എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ വേറൊരു പാട്ടിങ്ങനെ നമ്മൾ എൻ്റെ ഇങ്ങനെ ഓർമ്മ വരുവാനിടയിൽ തീർന്നു. ആമേൻ. മനുഷ്യൻ്റെ വാക്കുകൾ നമ്മെ തളർത്തും ആഴത്തിൽ, മനുഷ്യൻ്റെ വാക്കുകൾ നമ്മെ തളർത്തും ഉയർപ്പിക്കും, ദൈവത്തിൻ വചനം നമ്മെ ഉയർത്തും, ആത്മാവിൻ മുറിവുണക്കും. മനുഷ്യൻ്റെ വാക്കുകൾ നമ്മെ തളർത്തും, ആഴത്തിൽ മുറിവേൽപ്പിക്കും, ദൈവത്തിൻ വചനം നമ്മെ ഉയർത്തും, ആത്മാവിൽ മുറിവുണക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആമേൻ, ലോകത്തിൻ്റെ വാക്കുകൾ ആമേൻ മുറിവേൽപ്പിക്കുന്നതാണ്. അത് കുത്തി മുറിവേൽപ്പിക്കുന്നത്, നമ്മെ തളർത്തുന്നത്, നമ്മെ ഒരിക്കലും ഉയർത്തുന്നതല്ല ലോകത്തിലുള്ളത്. ആമേൻ. ലോകം ദൈവമക്കൾക്ക് എതിരെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴും കുത്തി നോവിക്കുന്നത്. ഇന്ന് ആമേൻ, പ്രിയപ്പെട്ട മാതാവ്, പ്രിയപ്പെട്ടവൾ പറയാനിടയിൽ നിന്ന് തൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല പാസ്റ്ററേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. താൻ സ്വസ്ഥത ആഗ്രഹിച്ചാണ് തൻ്റെ മകളുടെയും മരുവിൻ്റെ അടുത്തിൽ നിൽക്കുന്നത്, എങ്കിലും ഒരു സ്വസ്ഥതയില്ല. എല്ലാവരുമായിട്ട് തന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുവെന്ന്. ആമേൻ, ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ചുകൊടുക്കണമേ. ഇത് മാത്രമല്ല, അവർക്ക് വേണ്ടി ആ കുടുംബത്തിൽ ആമേൻ പിശാചിൻ്റെ സാന്നിധ്യം മാറിപ്പോകുവാൻ വേണ്ടി തന്നെ ഒരു അമ്മയായിട്ട് അംഗീകരിച്ച്, ആമേൻ, അമ്മയുടെ സ്ഥാനത്ത് മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ അംഗീകരിച്ച്, ആമേൻ, അവർക്ക് വേണ്ടി ആമേൻ കരുതുവാൻ വേണ്ടി ഞാൻ അനുദിനം പ്രാർത്ഥിച്ചു വരികയാണ്. അതിന് നടുവിലാണ് അവരിന്ന് സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥിക്കണമേ പാസ്റ്റർ എന്ന് പറയാനിടയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകൽക്കാലത്തെ ഓർത്ത് പിന്നെ ഈ ദൈവത്തെ സ്തുതിക്കുകയാണ്, കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ പകൽക്കാലത്തിലെ ചിന്താവിഷയം എന്ന് പറയുന്നത് മുൾപടർപ്പ്. മുൾപടർപ്പ്
എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് ദൈവസന്നിധിയിലെ ചില ചിന്തകൾ ആത്മാവ് എന്നിന്മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ ഒരാഴ്ച ഒട്ടക്കാലമായി ഞാൻ ഒരു വേറെ ദിശയിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകുമ്പോഴാകുന്നു ഈ വിഷയത്തിലേക്ക് എന്നെ കയറ്റിവിടുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയിൽ കൈമാറുവാൻ വേണ്ടി ദൈവാത്മാവ് അത് ചുമതലപ്പെടുത്തുവാനിടയിൽ തീർന്നത്. അതിൻ്റെ വെളിച്ചത്തിലാകുന്നു ഞാൻ ആ ആലോചനയുമായിട്ട് ദൈവസഭയിൽ കടന്നു വരുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ, ആമേൻ. മുൾപടർപ്പ്, സ്തോത്രം. ഉൾപ്പടർപ്പ് നിന്താകുന്നു. ഹല്ലേലൂയ. മുൾപടർപ്പ് മുൾപടർപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടൊന്നും കടന്നു പോകാൻ പറ്റില്ലല്ലേ? തടസ്സമാണ്, മൊത്തം തടസ്സമാണ്. നാല് സൈഡ് തടസ്സമാണ്. ആമേൻ. ഒരു വസ്തുവിനായാലും മുള്ളുകൊണ്ട് വേലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്ന് കടന്നു പോകാൻ സാധിക്കത്തില്ല, അല്ലേ? ആമേൻ. റോഡിൽ ചിലപ്പോൾ പോലീസ് മുള്ളു വേലി കെട്ടും അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി. കടക്കാൻ പറ്റത്തില്ല മുള്ളുണ്ടെങ്കിൽ. കാലി കൊള്ളും. ചിലർ പിള്ളേരൊക്കെ നടക്കുമ്പോൾ രക്ഷകർത്താക്കൾ പറയും മുള്ളുണ്ട് അങ്ങോട്ട് പോകരുത്, മുള്ള് കാലി കൊള്ളും, കുപ്പിയോടുണ്ട് കൊള്ളും. മുള്ള് കുത്തുന്ന അനുഭവമാണ്, അത് ദേഹത്ത് കൊള്ളും. ഹല്ലേലൂയ, ആമേൻ. അങ്ങോട്ട് പോയാൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, അതങ്ങോട്ട് പോകരുത്. ആമേൻ. ഇവിടെ മുൾപടർപ്പിനെ കുറിച്ച് പറയുന്നത് ലോകത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ലോകത്തെ ഉപമിച്ചിരിക്കും ദൈവവചനം. ലോകത്തെ ദൈവവചനം എന്ന് പറയുന്നത് ഒരുപാട് ഉപമകളാൽ ഉപമിച്ച് വച്ചിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് ദൈവവചനത്തെക്കുറിച്ച് ഉപമകളിച്ച് ഒരുപാട് ഉപമകളെക്കുറിച്ച് പറയാനിടയിൽ തീർന്നു. എന്നാൽ ഇവിടെ ദൈവവചനം മുൾപടർപ്പിനെ കുറിച്ച് ലോകത്തെ കാണിക്കുന്നത് ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ആർക്കെങ്കിലും പറ്റുമോ? മുള്ളുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാട്ടിലോട്ടങ്ങോട്ട് ഇറങ്ങിയാൽ മുഴുവൻ മുള്ളുകളാണ്, മുള്ളു കൊള്ളും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് മുമ്പോട്ട് പോകാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ദൈവം മുള്ളല്ല നട്ടത്, നല്ല ഫലങ്ങളാണ് നട്ടത്. ആമേൻ. മുള്ള് വരുവാനുള്ള കാര്യം സാത്താൻ്റെ ഉപദേശം കേട്ടത് നിമിത്തമാണ് മുള്ള് ലോകത്തിൽ വന്നത്, മുള്ളും പറക്കാരി ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ മത്തായി സുവിശേഷം ഹല്ലേലൂയ 17-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 16 മുതൽ ചില വചനങ്ങളൊന്ന് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഒന്ന് വായിച്ചാട്ടെ സിസ്റ്ററെ. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 17-18 ചില വചനങ്ങളൊന്ന് വായിച്ചാട്ടെ. അവിടെ ഒന്ന്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയുവാൻ കഴിയും. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? ആമേൻ. അവിടെ പറയുന്ന യേശു കർത്താവ് പറയുന്ന കാര്യമാണ്. നമ്മുടെ രാജാവ്, നമ്മുടെ കർത്താവായ ദൈവമാണ് കർത്താവ് പറയുന്ന കാര്യമാണ്, യേശു പറയുന്ന കാര്യമാണ്. അവരുടെ ഫലങ്ങളാൽ, അവരുടെ ഫലത്താൽ എന്ന് അവരെന്ന് പറയുന്നത് ലോകത്തെ അവരനേകരാകുന്നു. ദാവീദ് ഭക്തൻ പറയുന്നത് എന്നെ എതിർക്കുന്നവൻ അനേകരാകുന്നു. ലോകം എന്നെ എതിർക്കുകയാണ്, ലോകം എന്നെ കുത്തി നോക്കുകയാണ്. ലോകത്തിലൂടെ നമുക്ക് മുമ്പോട്ട് സാധ്യമല്ല. എന്തായാലും ജീവിതപ്രകാരമാണെങ്കിലോ അവർ മുമ്പോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു എന്നോട് അവർ എന്താ എഴുതിയിരിക്കുന്ന? അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അവരുടെ ഫലങ്ങളാൽ. ആമേൻ. ഒരു ഫലം, പ്രൈസ് ദി ലോർഡ്, നല്ലതാണോ തീയതാണോ? ആമേൻ. അവരുടെ ഫലങ്ങളാൽ കുത്തുന്നതാണോ അല്ലെങ്കിൽ കുത്തി വേദനിപ്പിക്കുന്നതാണോ, രക്ഷിക്കുന്നതാണോ, നന്മയുടേതാണോ തിന്മയുടേതാണോ, മുൻപോട്ട് പോകാൻ കഴിയുന്നതാണോ കഴിയാത്തതാണോ? ചിലരുടെ വാക്കുകൾ പ്രതികൂലമാണ് കേട്ടോ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തണമെന്ന് ദൈവം പറയുന്നില്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് എതിരെ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത് ഉപ്പിനാൽ രുചി വരുത്തണമെന്ന്. എന്തെങ്കിലും നിങ്ങളുടെ ദൈവാസം ഇവിടെ ഈ സഭയ്ക്കകത്ത് വെച്ച് എന്തെങ്കിലും ഒരു രുചി വരുത്താൻ ഒരു വാക്ക് പറയുന്നുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഗ്രഹിപ്പിക്കണം. പാസ്റ്ററെ അങ്ങനെ പറയാൻ പാടില്ല. ഒരുപാട് പേരെ മുറിവേൽപ്പിക്കും, ഒരുപാട് പേര് കുത്തി വേദനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആഴത്തിൽ മുറിവേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്.
ആ ഭാഗത്തേക്ക് അങ്ങനെ കടന്നു പോകുന്നില്ല. എങ്കിലും ഹല്ലേലൂയ അമ്മേ അതൊക്കെ ഞാൻ സെൻസർ ചെയ്താണ് ഹല്ലേലൂയ ദൈവസഭയിൽ അമ്മേൻ പറയുന്നത്. ഒരു സഭയിൽ ഞാൻ ഒരിക്കൽ നിൽക്കുമ്പോൾ കടന്നു പോയപ്പോൾ അവിടെ ഒരു സെൻസർ ചെയ്യാത്തൊരു വാക്ക് പറയാനിടയിൽ തീർന്നു. അത് ഞാനിപ്പോൾ പറയുന്നില്ല. നമ്മൾ സെൻസർ ചെയ്ത് അതിന് നമ്മൾ അമ്മേൻ അത് രുചി വരുത്തും വിധമേ നമ്മൾ സംസാരിക്കാവൂ. നമ്മുടെ ആത്മാക്കൾക്ക് മുറിവേൽക്കുവാൻ പാടില്ല. നമ്മുടെ കർത്താവ് ആരെങ്കിലുമൊക്കെ മുറിവേൽപ്പിച്ചാൽ മുറിവ് കെട്ടുന്നവരാണ്. ലോകം മുറിവേൽപ്പിക്കും. ആമേൻ. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ മുറിവ് കെട്ടുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മുറിവ് കെട്ടുന്നവനാണ് അവൻ. നമ്മെ മുറിവ് എവിടെ ആമേൻ മകൾ വായിച്ച പ്രകാരം ഹല്ലേലൂയ ആമേൻ അവരുടെ ഫലത്താൽ നിങ്ങൾക്കറിയാം ഏതാകുന്നത്. ഫലം ഏതാണ്? നല്ല ഫലമാണോ ആമേൻ തീയതാത്ത ഫലമാണോ കൊള്ളരുതാത്ത ഫലമാണോ? അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയാം. വായിച്ചാലും മകളെ, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും അമേൻ. മുള്ളുകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുന്തിരിപ്പഴം പറിക്കാൻ സാധ്യമല്ല. ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാൻ സാധ്യമല്ല. മുള്ളുകളിൽ നിന്ന് മുള്ളു തന്നെ കിളിർക്കും, മാറ്റമില്ല. ഞെരിഞ്ഞിലിൽ നിന്ന് ആമേൻ അത്തിപ്പഴം പറിക്കുമോ? ഇല്ല. അത്തിപ്പഴത്തിൽ നിന്ന് വൃക്ഷത്തിൽ നിന്ന് മാത്രമേ അത്തിപ്പഴം ലഭിക്കത്തുള്ളൂ. തെങ്ങിൽ നിന്ന് ചക്കപ്പഴം കിട്ടത്തില്ല, പ്ലാവിൽ നിന്ന് തേങ്ങയും കിട്ടത്തില്ല. ചിലർ പറഞ്ഞിട്ട് മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളു തന്നെ കൊരുക്കും. ഹല്ലേലൂയ അമ്മ. ആയതുകൊണ്ട് നല്ല ഫലമുള്ളവരായിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഫലങ്ങളിൽ നിന്ന് ഹല്ലേലൂയ അവൻ തിരിച്ചറിയാന്ന് ആമേൻ നല്ല ഫലമുള്ളതായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ വചനം നല്ല ഫലമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകം നമ്മളെ കുത്തി നോവിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. വായിച്ചാലും മകളെ, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു. നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. ആമേൻ. നോക്കിക്കേ, നല്ല വൃക്ഷത്തിന് മാത്രമേ നല്ല ഫലം കായ്ക്കുവാൻ കഴിയൂ. നമ്മളെല്ലാവരും നല്ല ഫലമാക്കിയാണ് ദൈവം വച്ചിരിക്കുന്നത്. ഒരിക്കൽ യോഹന്നാൻ വന്ന് പറഞ്ഞ എന്താണ്? മരുഭൂമിയിൽ വന്ന് പറഞ്ഞത് ആമേൻ നല്ല ഫലം കായ്ക്കാത്തതിനെയൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കാത്തത് കൊള്ളുന്ന ആണ് കേട്ടോ, കൊള്ളും കേട്ടകറി. നല്ല ഫലം കായ്ക്കാത്തത് എന്താണ്? മുള്ളും പറക്കാരയും. അതിന് മുളപ്പിച്ചത് ഏത് നിമിത്തമാണ്? അവൻ പിശാചി നിമിത്തമാണ് ആ മുള്ളും പറക്കാരെ ഏതൻ തോട്ടത്തിൽ മുളപ്പിപ്പാനിടയിൽ തീർന്നത്. നമ്മുടെ അനുഭവം മുള്ളും പറക്കാരുടെ അനുഭവമായാലോ കർത്താവ് വെട്ടി തീയിലിടുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ ആമേൻ. നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ നല്ല ഫലം കായ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. വായിച്ചാലും മകളെ, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, നല്ല വൃക്ഷത്തെയാണ് ദൈവം എന്ന് കർത്താവ് തരുന്നത്. തുടർന്ന് വായിച്ചാലും, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ആമേൻ. നോക്കിക്കേ, സ്തോത്രം. ഫലത്താൽ തിരിച്ചറിയുമ്പോൾ നമുക്ക് കുത്തി നോവിക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് നിൽക്കാൻ പറ്റുമോ ദൈവമക്കളെ? പരസ്പരം കുത്താണ്, പരസ്പരം കൊള്ളുകയാണ്, പരസ്പരം വേദനിപ്പിക്കുകയാണ്, പരസ്പരം ഇടർച്ചയാണ്, മുൻപോട്ടോ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ചേർന്ന് നിൽക്കുവാൻ സാധ്യമല്ല. ലോകക്കാർ പറയുന്നത് എന്തു തന്നെയായാലും ഉള്ളായാലും മുറുകെ പിടിക്കണമെന്ന്. ഒരുപാടിട്ട് വേദനിപ്പിക്കുമ്പോൾ കുറേയൊക്കെ ഒഴിഞ്ഞു പോകില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളായാലും മുറുകെ പിടിക്കുക. അങ്ങനെയാണ് ഇവിടെ സ്തോത്രം. നമ്മൾ ലോകം പറഞ്ഞതുപോലെ ദൈവത്തിനൊരു വേർപാടുണ്ടായിരുന്നു കേട്ടോ. ആദിയിലെ ദൈവത്തിൻ്റെ മാർഗത്തിൽ മനുഷ്യൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സാത്താൻ മുള്ളും പറക്കാരെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് മൊത്തം മനുഷ്യർ മൊത്തം എന്ന് പറയുന്നില്ല, ലോകക്കാർ മൊത്തം മുള്ളിൻ്റെ അനുഭവത്തിലാണ് ഇപ്പോഴും. ഹല്ലേലൂയ.
ആമേൻ. ആയതുകൊണ്ട് ആമേൻ മുള്ളിൻ്റെ അനുഭവം ആയതുകൊണ്ട് ദൈവം എന്ന കർത്താവ് മുള്ളിനെ തന്നെ ദൈവം തിരഞ്ഞെടുപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവയുടെ കർത്താവ് ആമേൻ നമ്മൾ വായിച്ച മുള്ളമേൻ സ്തോത്രം നല്ല ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. മുള്ളിൻ്റെ ഫലമേ കായ്ക്കുവാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. നല്ല ഫലമൊന്നും കായ്ക്കാൻ സാധിക്കത്തില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകമല്ല, പുറപ്പാട് പുസ്തകം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇപ്പോൾ ലോകം മുഴുവനും ഉള്ളെന്ന് പറഞ്ഞിട്ട് ദൈവം എന്ന കർത്താവ് മാറി നിൽക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തോട്ടത്തിലാകുന്നു മുള്ള്. ആദ്യം ഉൽപ്പത്തി നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം മുള്ള് പൊടിപ്പാനിടയായി തീർന്നത്. ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം 3-ന്റെ 1, 2, 3 വചനങ്ങൾ വായിച്ചാട്ടെ എന്ന്. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. സ്തോത്രം. അവിടെ കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് മോശയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. മോശയെക്കുറിച്ച് മോശയുടെ ജീവിതത്തിൽ മോശ തൻ്റെ അമ്മാവിയപ്പൻ്റെ ആടുകളുമായി ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരോവ് വരെ തൻ്റെ അമ്മാവിയപ്പൻ്റെ ആടുകളെയും നയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരോവ് വരെ ചെന്നു. അമ്മാവിയപ്പൻ്റെ ആടുകളുമായി ദൈവത്തിന്റെ പർവ്വതமான ഹോരോബ് വരെ ചെന്നു. ആമേൻ. എവിടെയാണ്? മരുഭൂമിക്ക് അപ്പുറത്ത് ആണ് അത്. മരുഭൂമിക്ക് അപ്പുറത്തുള്ള ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരോബ് വരെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാകുന്നു ദൈവം ഉൾപ്പടർപ്പിൽ അവന് പ്രത്യക്ഷമായത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ദൈവം ഉൾപ്പടർപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. സ്തോത്രം. ആമേൻ. ലോകത്തിൻ്റെ നടുവിൽ ദൈവം ഉണ്ട്. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഭൂമിയായിരുന്നു ദൈവം നട്ടു വളർത്തിയത്. എന്നാൽ സാത്താൻ അവിടെ മുള്ളും പറക്കാരെയും കളയും ഒക്കെ വിതച്ച് അല്ലെങ്കിൽ ഇപ്പം മുൾപ്പടർപ്പായി തീർന്നിരിക്കുകയാണ്. എങ്കിലും ദൈവം ആ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെയാകുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആളുകൾ പറഞ്ഞിട്ടില്ലേ, മുള്ളായാലും മുറുകെ പിടിക്കണമെന്ന്. ദൈവം ഇപ്പം അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്ന് ദൈവം നോക്കിയപ്പോൾ എന്താ കണ്ടത്? എല്ലാവരും വഴിതെറ്റിക്കൊള്ളരുതായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ആരെയും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നന്മ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം ഉൾപ്പടർപ്പില് മോശയ്ക്ക് പ്രത്യക്ഷനായി. സ്തോത്രം. ഒരിടത്തും പ്രത്യക്ഷമായിക്കൂടെ ദൈവത്തിന്? ഉൾപ്പടർപ്പ് ദൈവം രാജകൊട്ടാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലോ പ്രത്യക്ഷപ്പെട്ടുകൂടെ? അല്ലെങ്കിൽ മോശ ഇത്രയോ ദൂരം സഞ്ചരിച്ചു എവിടെയെങ്കിലും, അല്ലെങ്കിൽ മിദ്യാനിലെ തൻ്റെ അമ്മാവിയപ്പൻ്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൂടെ? സ്തോത്രം. ആമേൻ. ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഓരോ പർവ്വതത്തിലെ മുൾപ്പടർപ്പിലാണ്. ഹല്ലേലൂയ. മുൾപ്പടർപ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഹല്ലേലൂയ. അവിടെ പറയുന്ന പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ മകളെ പറഞ്ഞത്? അവിടെ മോശയോട് ദൈവം സംസാരിക്കുന്നത്, അവൻ നോക്കിയാറേ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും. ഹല്ലേലൂയ. അവിടെ മോശ നോക്കിയപ്പോ കാണാം, മോശ അമ്മാവിയപ്പൻ്റെ അമ്മാവിയപ്പൻ്റെ പേരെന്താണ്? ഇത്രോ ഇല്ലേ? ഇത്രോൻ്റെ ആടുകളുമായിട്ടാണ് ഇപ്പോഴേ മരുഭൂമിക്ക് അപ്പുറത്തുള്ള ഓരോ പർവ്വതത്തിൽ നിൽക്കുന്നത്. ആമേൻ. അവിടെ ആടുകളുമായി നിൽക്കുമ്പോഴാണ് ഒരു മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്. എന്നാൽ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട് എങ്കിൽ തന്നെ അത് വെന്തു പോകുന്നില്ല.
മുൾപ്പറപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. ദൈവ മക്കളെ കുറിച്ച് ദൈവജനം ഇങ്ങനെ ഓർമ്മ വരികയാണ്. വയസ്സലോ വീണ് കിടക്കുന്നു എങ്കിലും നശിച്ചു പോകുന്നില്ല, മുഴക്കം നിൽക്കുന്നു. പ്രീസലോട് ഹല്ലേലൂയ. വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല. പടർപ്പാകുന്നു എങ്കിലും വെന്തു പോകുന്നില്ല. സ്തോത്രം. ലോകം മുൾപ്പടർപ്പാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് നമ്മളെ മുൾപ്പടർപ്പ് ഞാൻ പറഞ്ഞ ലോകത്തെയാണ് കാണിക്കുന്നത്. ലോകത്തിൻ്റെ നടുവിൽ ലോകത്തിൽ വെച്ചാണ് നമ്മളൊരു സഭായോഗം കൂടിയിരിക്കുന്നത്. ഈ സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെയാകുന്നു ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണ്. ദൈവം ചിലപ്പോൾ ദൈവ മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ ലോക മനുഷ്യനായിരിക്കാം. മകളെ അത് ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. തുടർന്ന് വായിച്ചാലും അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച കാണേണ്ടതിന് എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മോശ നോക്കിയപ്പോഴാണ് മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല കേട്ടോ. ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ഹല്ലേലൂയ നമ്മളുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മുൾപ്പടർപ്പ് വേഗത്തില്ല കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. നേരത്തെ വചനപ്രകാരം ആമേൻ നമുക്ക് കഷ്ടമുണ്ട്, നഷ്ടമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വെന്തു പോകത്തില്ല, കരിഞ്ഞു പോകത്തില്ല. നീ വെള്ളത്തിലൂടെ കടക്കും, വെള്ളം നിന്നെ മൂടത്തില്ല. തീയിലൂടെ നീ കടക്കും, വെന്തു പോകത്തില്ല. ലോകം പറയും ഇനി മുമ്പോട്ട് പോകത്തില്ല, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ കഴിഞ്ഞു പോകുമെന്ന് പറയും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവസന്നിധിയിൽ ഉണ്ടോ? നമ്മുടെ പർവ്വതത്തിലുണ്ടോ? ദൈവസന്നിധിയിലുണ്ടോ? ഹല്ലേലൂയ. ഈ മുൾപ്പടർപ്പ് വെന്തു പോകത്തില്ല. വെന്തു പോകാതെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഉൾപ്പടർ വെന്തു പോകത്തിൽ നമ്മൾ നല്ല ഫലം നമ്മൾ പുറപ്പെടുവിക്കണമെന്നാണ്. ലോകം നല്ല ഫലം പുറപ്പെടുവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആഗ്രഹിച്ചിട്ട് ഹല്ലേലൂയ ദൈവമെന്ന കർത്താവ് മോശയെ വിളിക്കുകയാണ്. മോശയെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. മുൻകാലങ്ങളിൽ നല്ല ഫലമില്ലാത്തത് നിമിത്തം ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് പോകുവാനിടയിൽ തീർന്നു. അവരുടെ ജീവിതത്തിലുള്ള പാപവും അവരുടെ ജീവിതത്തിൽ ദൈവവചന പ്രകാരമുള്ള ലംഘന നിമിത്തവും ദൈവം അവരെ അനുസരണം കെട്ടവരായി കണ്ടിട്ട് ദൈവത്തെ അനുസരിക്കാതെ ലോകപ്രകാരം നടന്നവരായതുകൊണ്ട് അവരെ മിസ്രൈമിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയിൽ. അങ്ങനെ മിസ്രൈമിലേക്ക് അവൻ ഇസ്രായേൽ അടിമ വീട്ടിൽ കിടന്ന് കഷ്ടപ്പാടുകളൊക്കെ പഠിച്ചപ്പോൾ, അവിടെയുള്ള കൊത്തുന്ന അനുഭവങ്ങളൊക്കെ പഠിച്ചപ്പോൾ, നല്ല രീതിയിൽ അടിമ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. ആരെങ്കിലും നമ്മളെ അടിമയാക്കി വെച്ചിരുന്നാൽ മുഴുവൻ കുത്തും അവരുടെ കുത്തും നമ്മൾ കൊള്ളേണ്ടി വരും. കയ്പിൻ്റെ അനുഭവമായിരിക്കും മൊത്തം. അവിടെ കിടന്ന് പഠിച്ചപ്പോൾ അവർ ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ അനുഭവം ആമേൻ കുത്തുന്ന അനുഭവത്തിൽ നിന്ന് മിസ്രൈമിൽ നിന്നെ ഞങ്ങളെ വിടുവിക്കണമേ. അവിടെയുള്ള ആമേൻ ഫറവോന്റെ ഗ്രഹവിചാരകന്മാര്, ഊഴിയ വിചാരകന്മാര് നിമിത്തം കുത്തുകൊണ്ടുകൊണ്ട് കുത്തിപ്പ് പ്രസംഗിച്ച് കുത്തി പറഞ്ഞ് കേട്ട് തളർന്നവരാണ് ഇസ്രായേൽ മക്കള്. മുൻപേ ആയിരുന്ന സ്ഥലത്ത് വെച്ച് ഒരുപാട് കുത്തു കൊള്ളിച്ചു. ഹല്ലേലൂയ. ആമേൻ ആമേൻ എന്ന് ദൈവാത്മാവ് പറയാണ്. അങ്ങനെ സ്തോത്രം. മിസ്രൈമിൽ വെച്ച് കുത്തി വേദനിപ്പിച്ച് ആ വേദന നിമിത്തം ഇസ്രായേൽ മക്കള് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയെ അവർക്ക് മുമ്പായി അയപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയാകുന്ന ഓരോ പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുവാനിടയായി തീർന്നു. മോശയോട് പറഞ്ഞു, എൻ്റെ ജനം മിസ്രൈമിലുള്ള എൻ്റെ ജനം ഹല്ലേലൂയ കഷ്ടത്തിലായിരുന്നു. അവരുടെ കഷ്ടവും സങ്കടവും ഒക്കെ കേട്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. നീ അവരെ മോചിപ്പിക്കണമെന്ന് പറയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഹല്ലേലൂയ അവരെ പുറപ്പെടുവിപ്പാനിടയിൽ തീർന്നു. പുറപ്പെടുവിച്ച് അവരുടെ നന്മയുടെ നല്ല അനുഭവമുള്ള സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകാൻ വേണ്ടി
പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ദൈവം അവരെ ആ മിസ്രൈമിൽ നിന്ന് ഞെരുക്കമുള്ള ആലയിലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇടത്ത് നിന്ന് ദൈവം പുറപ്പെടുവിപ്പാനിടയിൽ തീർന്നു. എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പുറപ്പാട് പുസ്തകം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 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 ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. 3:17 വായിച്ചാട്ടെ. ഈ മുള്ളിൻ്റെ അനുഭവത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. മുള്ളു പറക്കാരെയും ദൈവഹിത പ്രകാരമുള്ളതാണോ? ഇല്ല. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം അത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ആദ്യം മനുഷ്യരോട് പറയാനിടയായ ഒരു കാര്യമാണ്. മുള്ളും പറക്കാരെയും നിനക്കതിൽ നിന്ന് ജനിക്കും, മുളയ്ക്കും. സ്തോത്രം. സാത്താൻ്റെ ദൈവിക ഉപദേശം കേൾക്കാതെ സാത്താൻ്റെ ഉപദേശം കേട്ടത് നിമിത്തമാണ് അങ്ങനെ സംഭവിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ, നമ്മൾ സ്തോത്രം, എന്നാൽ സാത്താൻ്റെ ഉപദേശം വിട്ട്, ലൗകിക ഉപദേശങ്ങൾ വിട്ട് നല്ലത് ചെയ്യണമെന്ന്, നല്ല ഫലം നമ്മളൊക്കെയും കായ്ക്കണമെന്ന് ദൈവമെന്ന കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമെന്ന കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. അവൻ രാജാവായിട്ട് നമ്മുടെ മുൻപിലുണ്ട്. നമുക്കൊന്നിനും ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനിടയിൽ തീരും. മുള്ളും പറക്കാരുടെ അനുഭവത്തിൽ നിന്ന് അവൻ നന്മയിലേക്ക് നടത്തുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 8 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ പറയപ്പെടുന്നത് ഒന്ന് വായിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 8. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം: പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക്, ആമേൻ, പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. പണ്ടൊരിക്കൽ, ആമേൻ, സ്തോത്രം, അമേക്കിലും തുടരുന്നത്. സ്തോത്രം. പണ്ടൊരിക്കൽ, ആമേൻ, വൃക്ഷങ്ങൾ എല്ലാവരും കൂടെ തങ്ങൾക്കൊരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ പോയി എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. അങ്ങനെ വൃക്ഷങ്ങളെല്ലാം കൂടി പണ്ടൊരിക്കൽ വൃക്ഷങ്ങളെല്ലാം കൂടി, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഈ ചുരുക്കം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ. ആമേൻ. അങ്ങനെ ആമേൻ, ആ വൃക്ഷങ്ങളെല്ലാവരും കൂടി ഒലിവ് വൃക്ഷത്തിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഒലിവ് വൃക്ഷത്തോട് പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. വൃക്ഷങ്ങളെല്ലാവരും കൂടി, ഞാൻ ഇപ്പോൾ പോയിരിക്കുന്ന വൃക്ഷങ്ങളെല്ലാവരും കൂടി ഒരു രാജാവിനെ തെരഞ്ഞെടുക്കുവാൻ പോയി. വൃക്ഷങ്ങളെല്ലാവരും കൂടി ആമേൻ ഒലിവ് വൃക്ഷത്തിൻ്റെ അരികിൽ ചെന്ന് പറയുകയാണ്, ആമേൻ, ഒലിവ് വൃക്ഷത്തോട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം എന്ന് ഒലിവ് വൃക്ഷത്തോട് പറഞ്ഞപ്പോൾ ഒലിവ് വൃക്ഷം പറഞ്ഞ മറുപടി ഒന്ന് വായിച്ചാലും. ദൈവവും മനുഷ്യനും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എന്റെ പുഷ്ടി വിട്ട്, എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ ദൈവം എന്റെ മേൽ പകർന്നിരിക്കുന്ന ഒലിവൃക്ഷം പറയാണ്. ഒലിവല്ലേ? എന്റെ മേൽ പകർന്നിരിക്കുന്ന നല്ല ഫലത്തെ വിട്ട്, പുഷ്ടിയെ വിട്ട്, നല്ല അനുഭവത്തെ വിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? ഒലിവൃക്ഷം പറയാണ്, എൻ്റെ ദൈവം സൈന്യങ്ങളുടെ യഹോവയാകുന്നു. എൻ്റെ ദൈവം, ആ ദൈവമാണ് എന്നെ ഒലിവ്, ആമേൻ, ഈ ശ്രേഷ്ഠ വൃക്ഷമാക്കി തീർത്തത്. എൻ്റെ മേൽ, ആമേൻ, നല്ല അനുഭവത്തെ പകർന്നു വച്ചിരിക്കുന്നത് ആ ദൈവമാണ് എൻ്റെ, ആമേൻ, ദൈവം, സൈന്യങ്ങളുടെ യഹോവ. ഈ സൈന്യങ്ങളുടെ യഹോവയാകുന്ന രാജാവിനെ വിട്ട്, ഹല്ലേലൂയ, രാജാവായി ഇരിക്കെ ഞാൻ ലോകത്തിൻ്റെ വൃക്ഷങ്ങൾക്ക് രാജാവ് ആകത്തില്ല. ഒരു വൃക്ഷം പറഞ്ഞത്, ആമേൻ, എനിക്ക് ഒരു ദൈവമുണ്ട്, സൈന്യങ്ങളുടെ യഹോവയാകുന്ന കർത്താവ്. ആ രാജാവ് ഇരിക്കെ
പ്രൈസ് ദി ലോർഡ്. ഞാൻ രാജാവാകത്തില്ല, ഒലിവൃക്ഷം രാജാവാകത്തില്ല. അടുത്ത് വൃക്ഷങ്ങളെല്ലാം കൂടി അത്തിവൃക്ഷത്തിന്റെ അരികിൽ വന്നു. അത്തിവൃക്ഷത്തോട് ചോദിച്ചു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് ചോദിച്ചു. അത്തിവൃക്ഷം പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, എന്റെ മധുരവും വിശേഷപ്പെട്ട ഫലവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? ദൈവമാകുന്ന രാജാവ്, ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ എന്നെ ആമേൻ പുഷ്ടിയുള്ളതാക്കി വച്ചിരിക്കുന്നു. എൻ്റെ നല്ല അനുഭവവും വിട്ട്, എൻ്റെ രാജാവിനെ വിട്ട്, കർത്താവിനെ വിട്ട് ഈ ലോകത്തിൽ ഞാൻ ആടുവാൻ പോകുമോ? ഞാൻ രാജാവാകത്തില്ല. ലോകം കുത്തുന്ന അനുഭവമാണ്. ഈ കുത്തുന്ന അനുഭവങ്ങൾക്ക് ലോകപ്രകാരമുള്ളതിന് ഞാൻ രാജാവാകത്തില്ല. എനിക്ക് മുൻപിൽ ഒരു രാജാവുണ്ട്. അവന്റെ പേരാണ് സൈന്യങ്ങളുടെ യഹോവ. ഹല്ലേലൂയ. അവൻ മുൻപിൽ ഉള്ളപ്പോൾ ആമേൻ ഞാൻ രാജാവാകത്തില്ല. ഞാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ വൃക്ഷങ്ങളോട് കൂടുവാൻ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് മൂന്നാമത് ഹല്ലേലൂയ വൃക്ഷങ്ങളെല്ലാവരും കൂടി ആമേൻ തങ്ങൾക്കൊരു രാജാവ് ഉണ്ടാകേണ്ടതിന് ആമേൻ മുന്തിരിവള്ളിയോട് പോയി ചോദിച്ചു, മുന്തിരിവള്ളിയെ, അല്ലയോ മുന്തിരിവള്ളിയെ, നീ ഞങ്ങൾക്ക് രാജാവായി തീരുമോ, രാജാവായിരിക്കുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. വൃക്ഷങ്ങളെല്ലാവരും കൂടി, മുന്തിരിവള്ളി പറഞ്ഞു, എനിക്കൊരു രാജാവുണ്ട്. ഹല്ലേലൂയ. അത് സൈന്യങ്ങളുടെ യഹോവയാകുന്ന രാജാവ്. ആ രാജാവിനെ വിട്ട്, എൻ്റെ മാധുര്യം വിട്ട്, എന്നെ ദൈവവും മനുഷ്യനും സന്തോഷിപ്പിക്കുന്ന എൻ്റെ മാധുര്യം വിട്ട് ലോകപ്രകാരം ഞാൻ ആടുവാൻ പോകുമോ? പോകത്തില്ല. എനിക്കൊരു രാജാവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആമേൻ മുന്തിരിവള്ളിയും രാജാവായില്ല കേട്ടോ, സമ്മതിച്ചില്ല. തൻ്റെ നല്ല അനുഭവം വിട്ട് ഒന്നാമത് ചോദിച്ചത് ഒലിവൃക്ഷത്തോട്. ഒലിവൃക്ഷം പറഞ്ഞു, എൻ്റെ രാജാവ് എന്നെ ശ്രേഷ്ഠഫലമാക്കി വെച്ചിരിക്കുന്നു, നല്ല അനുഭവമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോകപ്രകാരം കുത്തുന്നവരുടെ നടുവിൽ ഞാൻ പോകത്തില്ല, അവരോട് കൂടി ആടുവാൻ ഞാൻ പോകത്തില്ല. അടുത്ത് പറഞ്ഞു ഒലിവൃക്ഷം, അത്തിവൃക്ഷം പറഞ്ഞു, അത്തിവൃക്ഷവും ഞാൻ പോകത്തില്ല. മൂന്നാമത് പറഞ്ഞു മുന്തിരിവള്ളം ഞാനും പോകത്തില്ല, നല്ല അനുഭവം വിട്ട് ഞാനും പോകത്തില്ലെന്ന് പറഞ്ഞു. നാലാമത് ഈ വൃക്ഷങ്ങളെല്ലാവരും കൂടി മുൾപ്പടർപ്പിന്റെ നടുവിൽ വന്നു. ആ വചനം ഒന്ന് വായിച്ചാട്ടെ. വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ സ്തോത്രം. അതിന്റെ ന്യായാധിപന്മാർ 9:14 മുതൽ 14. പിന്നെ വൃക്ഷങ്ങളെല്ലാവരും കൂടെ മുൾപ്പടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കും. മുൾപ്പടർപ്പിനോട് മറ്റുള്ളവരാരും സമ്മതിച്ചില്ല കേട്ടോ. ഇപ്പോൾ മുൾപ്പടർപ്പിനോട് ചോദിക്കുകയാണ്, മുൾപ്പടർപ്പ് ഞങ്ങൾക്ക് രാജാവായിരിക്കാൻ വേണ്ടി വൃക്ഷങ്ങളെല്ലാം കൂടി പറയുകയാണ്. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ, മുൾപ്പടർപ്പ് പറയുകയാണ്, എന്നിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പീൻ എന്ന് പറഞ്ഞു. മുൾപ്പടർപ്പ് പറഞ്ഞു. മുൾപ്പടർപ്പിനെ കുറിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ദൈവമക്കളെ? ഇല്ല. പ്രയോജനമുണ്ടോ മുൾപ്പടർപ്പിന്? മുൾപ്പടർപ്പ് പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ രാജാവാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പീൻ. പിന്നെ അടുത്ത് പറയുന്നത്, അഥവാ ആശ്രയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ദേവദാരുക്കളെല്ലാം നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നോക്കി, ഇപ്പൊ മുൾപ്പടർപ്പിലാണ്. ഹല്ലേലൂയ. മുൾപ്പടർപ്പാണ് ഇപ്പോഴ് ലോകം മുഴുവനും മുൾപ്പടർപ്പിന്റെ രാജ്യത്വം, മുൾപ്പടർപ്പിന്റെ രാജാധികാരങ്ങള്. ലോകത്തെ ഭരിക്കുന്ന മുൾപ്പടർപ്പിന്റെ അധിപന്മാരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലാണ്. ഒരിടവും യോജിപ്പില്ല. എവിടെ തിരിഞ്ഞാലും ആമേൻ ഹാലേലൂയ നിന്ദയും പരിഹാസവും ദുഷിയും. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. അവരുടെ കുത്ത്, ഇവരുടെ കുത്ത്, അപ്പുറത്ത് പോയി അവരുടെ കുത്ത്, അവരുടെ തോണ്ടല്, അവരുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങള്. ചിലർ പറയട്ടെ, ഒരു സ്വസ്ഥതയില്ല ബ്രദറെ, ഒരു സ്വസ്ഥതയും ഇല്ല പാസ്റ്ററെ. രാവും പകലും അഭദ്രവമാണ്. നമ്മുടെ ജീവി പറഞ്ഞതുപോലെ രാവും പകലും വേദനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുൾപ്പടർപ്പിന്റെ നടുവിലാണ്, ഈ മുൾപ്പടർപ്പിന്റെ നടുവിലാണ് ഇപ്പൊ മോശ. ഹല്ലേലൂയ. മോശ
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മോശല്ല ഉൾപ്പടർപ്പിന്റെ നടുവിലാണ് ഇപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉൾപ്പടർപ്പ് പറഞ്ഞു, നിങ്ങൾ വാസ്തവമായി എന്നെ രാജാവാക്കുന്നുവെങ്കിൽ ഉൾപ്പടപ്പിന് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പൊ പ്രയോജനമില്ലാത്തതിനെയാണ് ലോകം രാജാവാക്കി വച്ചിരിക്കുന്നത്. അഭിഷേകമുള്ളവൻ പുറത്താണ് കേട്ടോ. ദൈവാത്മാവുള്ളവൻ, ദൈവം കൂടെ ഉള്ളവൻ പുറത്താണ്. അവനകത്തില്ല, അവനെ അംഗീകരിക്കത്തില്ല ആരും. ദൈവം കൂടെ ഉള്ളവനെ, ദൈവം കൂടെ ഇല്ലാത്ത ഈ മുള്ളുകളെ പരസ്പരം കുത്തി ആമേൻ ആമേൻ ഹല്ലേലൂയ പരസ്പരം ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്നവരോട് കൂടെയാണെന്ന് ദൈവം. ദൈവമല്ല, മനുഷ്യൻ. ഹല്ലേലൂയ. പക്ഷേ ഇവക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം ആരെ കൂടെയാണ് ഇപ്പോഴും? ഈ മുള്ളുപടപ്പിൻ്റെ കൂടെയാണ് കേട്ടോ. ദൈവത്തിനിപ്പം ഉൾപ്പടപ്പ് ഇതെല്ലാം മുള്ളു കുത്തുന്ന അനുഭവമാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിയിട്ട് പോയാൽ ദൈവത്തിന് ആരെങ്കിലും കിട്ടുമോ? ഈ മുള്ളിൻ്റെ ഇടയിൽ നിന്ന് നല്ല ഫലം ആമേൻ കായ്പിച്ച് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ദൈവം ആമേൻ ലോകത്തിൽ വന്ന കർത്താവ് ലോകത്ത് ആമേൻ. മുള്ളെന്ന് പറയുന്നത് ആമേൻ ആമേൻ പാപവും പാപത്താൽ എന്ത് വരുന്നു? പാപം ആമേൻ. പാപനിമിത്തം എന്ത് വരുന്നു? ആമേൻ. പാപത്താൽ രോഗം വരുന്നു, രോഗത്താൽ മരണം വരുന്നു. ആമേൻ. ആമേൻ. ശാപം വരുന്നു. ആമേൻ. പാപത്തിൽ ശാപം വരുന്നു. പാപവും ശാപവും ഒക്കെ നീക്കുവാനാണ് കർത്താവ് ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കലും ഏലിയാവിൻ്റെ നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഏലിയാവ് ആമേൻ ദൈവപുരുഷനായിരുന്നില്ലേ? ഏലിയാവ് ആമേൻ ആമേൻ ഒരിക്കൽ ചൂരച്ചെടിയുടെ നിഴലിൽ ശരണപ്പെട്ടു നമുക്ക് കാണുവാൻ കഴിയും. ചൂരച്ചെടിയുടെ നിഴലിൽ. പ്രൈസ് ദി ലോർഡ്. ചൂരച്ചെടിയുടെ നിഴലിൽ അവൻ കിടന്നുറങ്ങിയപ്പോഴാണ് ആമേൻ ഏലിയാവിന് ആമേൻ ചില അപ്പവും വെള്ളമൊക്കെ അവിടെ ആമേൻ ആമേൻ അവിടെ കിട്ടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ലോകത്തെയാണ് ഇതുവയൊക്കെ കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കരവോടെ സ്തുതിച്ചാട്ടെ. എന്നാൽ ദൈവചനത്തിലൂടെ നമ്മൾ കാണുവാൻ കഴിയും ആമേൻ വീണ് കിടക്കുന്നു എങ്കിലും നമ്മൾ നശിച്ചു പോകുന്നില്ല. ഉൾപ്പടർപ്പിൻ്റെ ഇടയിലാകുന്നു എങ്കിലും നമ്മൾ നശിച്ചു പോകുന്നില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. നമ്മളെ കാക്കുവാൻ, മുള്ളുകളൊന്നും നമ്മളെ കൊള്ളാതെ വണ്ണം ഹല്ലേലൂയ ലോകത്തിൻ്റെ നടുവിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ട്. എത്ര പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവക്കളെ? റോമർ എഴുതിയ ലേഖനം ആമേൻ 5-ാമത്തെ 19, 20, 21 വചനം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും ആമേൻ. ഏകന്റെ അനുസരണത്താൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു എന്നെഴുതിയിരിക്കുകയാണ്. അനുസരണക്കേട് നിമിത്തമാണ് ഏകൻ്റെ അനുസരണക്കേട്. ആമേൻ. ഏകൻ്റെ അനുസരണക്കേട് ആദാമിനെ കുറിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നത്. ആദാമിൻ്റെ അനുസരണക്കേട് നിമിത്തമാണ് ഈ ലോകത്തിൽ മുള്ളും പറക്കാരെയും പൊടിപ്പിക്കുവാനിടയായി തീർന്നത്. ആദാമിൻ്റെ ഔവയുടെ അനുസരണക്കേട് നിമിത്തം, ആദിമ മനുഷ്യൻ്റെ അനുസരണക്കേട് നിമിത്തം ദൈവം പറഞ്ഞു, നിന്നിൽ നിന്ന് നിനക്ക് നീ നല്ല ഫലം അനുഭവിക്കത്തില്ല, മുള്ളും പറക്കാരെയും നിന്നിൽ നിന്ന് മുളയ്ക്കും. നിന്നെ കൊത്തി നോവിക്കുമ്പോൾ നീ മനം തിരിയും. അവനെ മനം തിരിപ്പിക്കുന്നവരുടെ നടുവിലാണ് ഇപ്പോൾ ദൈവം നിൽക്കുന്നത്. ഹല്ലേലൂയ. ഉള്ളും പറക്കാരെയും ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അനുസരണത്തിനാൽ ആമേൻ ആമേൻ. റോമർ എഴുതിയ 5-ന്റെ 19, 20, 21 വചനത്തിലാണ് ഇപ്രകാരം ആമേൻ. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ പാപികളാണ് ഉള്ളും പറക്കാരെയും. ഹല്ലേലൂയ. നീതിമാന്മാര് ദൈവത്തിൽ വിശ്വസിക്കുന്നവണ്. എന്നാൽ പിന്നെ പറയുന്നത് ഏകന്റെ അനുസരണം എന്ന് പറയുന്നത് ആമേൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു തന്നെ ക്രൂശിപ്പാൻ കൊണ്ടുപോയപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ അനുസരണത്താൽ നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റു, നമുക്ക് വേണ്ടി അടിയേറ്റു, നമുക്ക് വേണ്ടി അവൻ ചാട്ടവാറുകൊണ്ട് അടിയേറ്റു. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി മുൾക്കിരീടം ചൂടി. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് മുൾക്കിരീടം അവൻ്റെ തലമേൽ ലോകം വെച്ചു. മർക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആമേൻ ലോകത്തിൻ്റെ രാജാക്കന്മാർ യേശുവിനോട് ചോദിച്ചു. ഹല്ലേലൂയ. ആമേൻ. മുള്ളുകളുടെ രാജാക്കന്മാർ, കുത്തുന്നവരെ കുത്തി വേദനിപ്പിക്കുന്നവരുടെ രാജാക്കന്മാർ, ലോകപ്രകാരമുള്ളവരുടെ
രാജാക്കന്മാർ യേശുവിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. മർക്കോസ് സുവിശേഷം 15-ന്റെ 1-2 വചനങ്ങൾ വായിച്ചാലും, സിസ്റ്ററെ മകളെ ഒന്ന് വായിച്ചാലും ആരെങ്കിലും. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. ഉടനെ അധികാലത്ത് തന്നെ മർക്കോസ് 15-ന്റെ 1-2 മഹാപുരോഹിതനും മൂപ്പന്മാരും ശാസ്ത്രിമാരുമായി ന്യായാധിപ സംഘമൊക്കെയും കൂടി ആലോചിച്ചു യേശുവിനെ കെട്ടി കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. മതി, സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ യേശുവിനോട് ചോദിക്കണ്, അവൻ ലോകത്തിൻ്റെ രാജാക്കന്മാര്, ഉൾപ്പടർപ്പിൻ്റെ രാജാക്കന്മാര്, ഹല്ലേലൂയ, ലോകപ്രകാരമുള്ളവരുടെ രാജാക്കന്മാര് യേശുവിനോട് ചോദിക്കുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവോ? ഹല്ലേലൂയ. നേരത്തെ ഉൾപ്പടർപ്പ് അത്യവൃക്ഷം പറഞ്ഞ് ഞങ്ങൾക്കൊരു രാജാവുണ്ട്, ആയതുകൊണ്ട് ഞങ്ങൾ വിശേഷപ്പെട്ട ഫലമൊന്നും വിട്ട് ഞങ്ങൾ രാജാവാകാൻ പോകുന്നില്ല. അത്യവൃക്ഷം ചോദിച്ചു, ഒലിവൃക്ഷം ചോദിച്ചു, മുന്തിരിവള്ളിയോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു രാജാവുണ്ട്, ഞങ്ങൾ പോകത്തില്ല. ഇപ്പൊ മുൾപ്പടർപ്പാണ് രാജാവായിരിക്കുന്നത്. ആ മുൾപ്പടർപ്പിന്റെ പടർപ്പ് വന്നിട്ട് അതിന്റെ അധിപതികളൊന്ന് ചോദിക്കുകയാണ്, കുത്തി യേശുവിനോടുത്ത് ശൂലങ്ങൾ കൊണ്ട് കുത്തിയിട്ടാണ് ചോദിക്കുന്നത്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന്. ശൂലം വെച്ചാണ് കുത്തിയത്, ഇടിച്ച് കൈമുറുക്കി കുത്തി യേശുവിനെ, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന്. ഞാനാകുന്നു എന്ന് പറഞ്ഞതിന്. ഹല്ലേലൂയ. യേശു യഹൂദന്മാരുടെ രാജാവ് തന്നെയോ ദൈവമക്കളെ? നമ്മളെ രക്ഷിക്കുന്ന രാജാവ് തന്നെയോ? നമ്മുടെ രാജാവ് തന്നെ. നമ്മുടെ രാജാവ് മുൾപടർപ്പിന്റെ രാജത്വമാണോ? അല്ല, നമ്മുടെ രാജാവ് യഹൂദന്മാരുടെ രാജാവ്. നമുക്ക് വേണ്ടി അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു, അവൻ ആണിമേൽ തറയ്ക്കപ്പെട്ടു. അവനാണ് നമ്മുടെ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 15-ന്റെ ഹല്ലേലൂയ 12 വായിച്ചാലും. പീലാത്തോസ് പിന്നെ അവരോട്, എന്നാൽ യഹൂദന്മാരുടെ രാജാവ് എന്ന് നിങ്ങൾ പറയുന്നത് അവിടെ കാണുവാൻ കഴിയുന്നത് ലോകത്തിന്റെ രാജ്യത്വം ഞങ്ങളാകുന്നു. അവിടെ ലോകത്തിന്റെ രാജ്യത്വം യേശുവിന്റെ കാലഘട്ടത്തിൽ ആരൊക്കെയായിരുന്നു? പീലാത്തോസ്, കയ്യഫാവ്, ഹന്നാവ്, കൈസർ, ഇങ്ങനെയൊക്കെയുള്ളവരാണ് രാജാക്കന്മാരായിട്ട് നിൽക്കുന്നത്, നാടുവാഴികൾ. ഞങ്ങളൊക്കെ രാജാവായിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു യേശു യഹൂദന്മാരുടെ രാജാവെന്ന്. ഹല്ലേലൂയ. യേശു യഹൂദന്മാരുടെ രാജാവ് തന്നെയോ? ആകുന്നു. യേശു പറഞ്ഞു, ഞാനാകുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ. കാഴ്ചയാൽ ആരാകുന്നു? കൈസർ, കയ്യഫാവ്, ഖന്നാവ്, പീലാത്തോസ്, ഹേരോദാവ്. അവര് കാഴ്ചയാലുള്ളതാണ് നോക്കുന്നത്, വിശ്വാസത്താലുള്ള നോക്കുന്നില്ല. വിശ്വാസത്താലൂടെ ആർക്ക് വേണം? കാഴ്ചയിലുള്ളതിലെയാണ് അനുഗമിക്കുന്നത് ലോകം. ഹല്ലേലൂയ. കാഴ്ചയിലുള്ള രാജാക്കന്മാരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ലോകത്തിന്റെ നാടുവാഴി ചോദിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വായിച്ച ആ വചനം വായിച്ചാട്ട്. യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്നു. യഹൂദന്മാരുടെ രാജാവെന്ന് പറയുന്നവനെ ഞാൻ എന്ത് ചെയ്യണമെന്ന്? ആമേൻ. രക്ഷിക്കണമോ ശിക്ഷിക്കണമോ? അടിക്കണമോ കുരിശിക്കണമോ കൊല്ലണമോ എന്ത് ചെയ്യേണ്ടോ എന്ന് ചോദിച്ചതിന് അവരെ ക്രൂശിക്ക എന്ന് ലോകം പറഞ്ഞു. ഹല്ലേലൂയ. ലോകക്കാർക്ക് എന്താ? നമ്മളെ രക്ഷിക്കണമെന്ന് ആരെങ്കിലും പറയുമോ? നമ്മുടെ ജീവിതത്തില് അടുത്തൊരു മനുഷ്യൻ അടുത്തവനെ രക്ഷിക്കണമെന്ന് ആരെങ്കിലും പറയുമോ? പരസ്യമായിട്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കാന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ശിക്ഷിക്കാൻ പറയത്തുള്ളൂ, ലോകം പറയത്തുള്ളൂ. സോ ഹല്ലേലൂയ. അവനെ ക്രൂശിക്കാൻ ലോകം മുഴുവനും പറഞ്ഞു. അവനെ രക്ഷിക്കുവാൻ വേണ്ടി ആരും ഉണ്ടായില്ല. രക്ഷയ്ക്ക് വേണ്ടി അവൻ രക്ഷകനായി ലോകത്തിൽ വന്നു. ആമേൻ. അവനാകുന്നു നമ്മുടെ രാജാവ്. ഹല്ലേലൂയ. അവന് സ്തോത്രം. അതിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ, 15-ന്റെ 16 മുതൽ വായിക്കുമ്പോൾ, 16 വായിച്ചാട്ടെ. മർക്കോസ് 15-ന്റെ പടയാളികൾ, ലോകത്തിന്റെ പടയാളികൾ. അവിടെ യേശുവിനെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ രക്ഷിപ്പാൻ വന്ന, ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ വന്ന ലോകത്തിന്റെ ദൈവത്തിന്റെ കുഞ്ഞാട്. അവര് ചെയ്തതൊക്കെയാണ് അവിടെയാണ്. എന്താണ് വായിച്ചത്? പടയാളികൾ അവനെ ആസ്ഥാന മന്ദിരമാകുന്ന
ആസ്ഥാന മണ്ഡപത്തിനകത്ത് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി അവനെ രക്താംബരം ധരിപ്പിച്ച് മുള്ളുകൊണ്ട് ഒരു മെടഞ്ഞ കിരീടം അവനെ മുള്ളുകൊണ്ട് ഒരു കിരീടം മെനഞ്ഞ് അവന്റെ തലമേൽ വെച്ചു. ലോകത്തിന് കൊടുക്കാൻ ദൈവപുത്രന്, ലോകത്തിന്റെ രക്ഷിതാവിന് ആമേൻ പ്രത്യുപകാരം ചെയ്യുന്നത് നോക്കിക്കേ. ലോകം ചെയ്യുന്നത് ആമേൻ, നമ്മളൊരാളെ രക്ഷിക്കുന്ന ഒരാളിനെ നമ്മൾ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പേരെ നമ്മുടെ മുൻകാലത്ത് നല്ല കാലത്തിൽ ഒരുപാട് രക്ഷിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ നിന്ന് വലിയ കുത്തുന്ന അനുഭവങ്ങളാണ് പിന്നെ എനിക്കുണ്ടായിട്ടുള്ളത് കേട്ടോ. അവരെയൊക്കെ വിട്ട് ഞാൻ ഓടിക്കളഞ്ഞു. അവരുടെ അടുത്ത് പിന്നെ നിൽക്കത്തില്ല, പറ്റത്തില്ല. ആമേൻ. എത്രത്തോളം നമ്മൾ മനുഷ്യരുടെ കുത്തുകൊള്ളും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ലോകത്തിന്റെ പ്രമുഖന്മാര് ഉള്ളുകൊണ്ട്, ലോകത്തിന്റെ പടയാളികൾ, അവർ ദൈവത്തിന്റെ സേനയല്ല കേട്ടോ, ഉള്ളുകൊണ്ട് ഒരു മുൾക്കിരീടം പണിത് മെടഞ്ഞ് യേശുവിനെ വെച്ചോട്ട് പ്രസന്റേഷൻ, ലോകത്തിന്റെ പ്രസന്റേഷൻ ദൈവത്തിന് കൊടുക്കുവാനുള്ളത്. നല്ല ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നല്ല പകരത്തിന് നമുക്ക് ആമേൻ ലോകത്തിന് ആമേൻ നമ്മളെല്ലാം ലോകപ്രകാരം ലോകത്തിൽ ഉള്ളവരാണ്. നമ്മുടെ ജീവിത ആയുസ്സിൽ നമ്മൾ നല്ലത് തന്നെ നമ്മളിൽ നിന്ന് പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിൽ നിന്ന് ആമേൻ ആമേൻ നല്ല മുള്ളുകളിൽ നിന്ന് എന്താ അത്തിപ്പഴമോ, മുള്ളുകളിൽ നിന്ന് മുന്തിരിയും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? ഇല്ല. മുള്ളുകളായിരുന്നാലും നമ്മൾ മാനസാന്തരപ്പെട്ട് ആമേൻ നല്ല ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യേശുവേ, എന്ന് പകൽക്കാലത്തിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ പലപ്പോഴായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു കർത്താവേ, നല്ലതിന് പകരം തീയത് ചെയ്തു കർത്താവേ. യേശുവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്ന് വന്നു പോയ ലോകപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതായുസ് എന്ന് പറയുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80. അതെ, ഹല്ലേലൂയ. അതിൻ്റെ പര്യവസാനം യേശുവേ, ദൈവം കർത്താവ് നല്ലത് ആഗ്രഹിക്കുന്നു, തീയതവൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ലോകം മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അനുദിനം ദൈവത്തിലായി നല്ല ഫലം, ദൈവത്തെയും മനുഷ്യരെയും അനുസരിച്ച് അപ്പനും അമ്മയെ അനുസരിച്ച് നല്ല ഫലം കായ്ക്കുന്നവരായി. അപ്പനും അമ്മയ്ക്ക് വിരോധമായിട്ടോ സഹോദരനോ സഹോദരിക്കോ ദേശത്തിനോ രാജ്യത്തിനോ വിരോധമായിട്ടുള്ളതല്ല. നമ്മൾ പരസ്പരം നല്ലത് കായ്ക്കണം, നല്ലത് പുറപ്പെടുവിക്കണമെന്ന്. ആകാത്ത വൃക്ഷത്തിന് ആമേൻ നല്ല ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. നല്ല വൃക്ഷത്തിന് ആകാത്തത് കായ്ക്കുവാനും സാധിക്കത്തില്ല. നല്ലൊരു വൃക്ഷത്തിന് നല്ലത് തന്നെ പുറപ്പെടും, ആകാത്ത വൃക്ഷത്തിന് ആകാത്തത് തന്നെ പുറപ്പെടും. കർത്താവേ, ഇന്ന് പകൽക്കാലത്തിൽ അങ്ങയുടെ സന്നിധിയെ മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരികണപ്പ. യേശുവേ, തൻ്റെ മക്കളെ അനുഗ്രഹിച്ചാലും ഞങ്ങൾ പലപ്പോഴായി തെറ്റിപ്പോയ പാത്രങ്ങളാകുന്നു. ലോകപ്രകാരം ഞങ്ങളുടെ ലോകത്തിലെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ മുള്ളിൻ്റെ അനുഭവം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ നിമിത്തം പലരും അനേകർ വേദനപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവേ. ഓ ഹല്ലേലൂയ. എല്ലാവരെയും ഞങ്ങളുടെ സഭയായി ഏൽപ്പിച്ചു തരുന്നത് കർത്താവേ. അങ്ങ് ഞങ്ങളോട് ഇന്ന് പകൽക്കാലത്തിൽ മുൾപടർപ്പെന്ന വിഷയത്തിൻ്റെ നടുവിൽ ആമേൻ ദൈവജനത്തിലൂടെ ആമേൻ ഹല്ലേലൂയ മോശയോട് വിളിച്ച, മോശയെ മുൾപടർപ്പിൽ നിന്ന് വിളിച്ച കർത്താവ് ആമേൻ പറഞ്ഞ് തൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം, മിസ്രൈമിൽ ആമേൻ വളരെ ഞെരുക്കത്തിൻ്റെ നടുവിൽ, വളരെ പീഡനത്തിൻ്റെ നടുവിൽ ഇരിക്കുന്ന ജനത്തെ വിടുവിപ്പാൻ മോശയെ നിയമിച്ച ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് ദൈവ കർത്താവിനെ വാഴ്ത്തുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ആമേൻ 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 ഹല്ലേലൂയ ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഇതിനെ ചവിട്ടി മെതിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇങ്ങനെ ഉള്ളത് ഉണ്ടെങ്കിൽ അതിനെ ചവിട്ടി മെതിച്ച് നമ്മൾ ആമേൻ ഹല്ലേലൂയ നല്ല ഫലം തന്നെ കായ്ക്കും എന്നുള്ള വിശ്വാസത്തോടെ ഇനി തീയത് നമ്മളിൽ പുറത്തു വരത്തില്ല. അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യും. നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ സഹോദരനോ സഹോദരിക്കോ മക്കൾക്കോ ആർക്കെങ്കിലും തിന്മയാ ഭവിക്കാതിരിപ്പാൻ ഞങ്ങൾ കടിഞ്ഞാണിടും. നല്ല തീയത് ചെയ്യത്തില്ല, തീയത് വിചാരിക്കത്തില്ല, തീയത് പ്രവർത്തിക്കത്തില്ല, നല്ലത് തന്നെ കായ്ക്കും. ഞങ്ങൾ സമർപ്പണം ചെയ്ത് കർത്താവേ, തൻ്റെ സഭയെ, തൻ്റെ ജനത്തെ
നിന്റെ ആട്ടിൻ കൂട്ടത്തെ നല്ല ഫലം കായ്ക്കാത്തതിനെയൊക്കെയും വെട്ടി തീയിലിടുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ പടയാളികൾ ശൂലവുമായിട്ട് ആമേൻ വന്ന് ചോദിച്ചു, യോഹന്നാനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതിന് യോഹന്നാൻ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പടയാളികളോട് പറഞ്ഞത്, നിങ്ങൾ ആരെയും ബലാത്കാരം ചെയ്യാതെ, കുത്തി നോവിച്ച് ബലാത്കാരം ചെയ്യാതെ, ആമേൻ, നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വയ്പ്പേൻ. ഇന്ന് കുത്തി നോവിക്കുന്ന അനുഭവം നിരവധിയുണ്ട്. ഏലിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഏലിയുടെ പുസ്തകത്തിൽ ആമേൻ, ഏലിയുടെ പുത്രന്മാർ ആമേൻ, ഇസ്രായേൽ മക്കൾ യാഗം കഴിക്കുന്ന സമയത്ത് കുത്തിയെടുക്കുന്ന പതിവുണ്ടായിരുന്നു കേട്ടോ. ദൈവം അതിനെ വെറുക്കുന്നു എന്ന് പറയുന്നു. കുത്തിയെടുക്കുന്ന അനുഭവത്തെ ഇന്ന് ലോകത്തിൽ അനേകർ കുത്തി വേദനിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും പാമ്പ് മുൻപിൽ നിന്ന് കൊത്തുന്നു, തേടും പുറകിൽ നിന്ന് കുത്തുന്നു. യേശുവേ, നിന്റെ ജനത്തെ ഈ വ്യാധികളിൽ നിന്ന്, ആദികളിൽ നിന്ന് കർത്താവേ, ഈ വ്യതകളിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് കർത്താവേ, തൻ്റെ ജനത്തെ വിട്ടുവയ്ക്കണം. അങ്ങ് സൂക്ഷിക്കണമേ. ഹല്ലേലൂയ. എല്ലാവരെയും അങ്ങ് കാവൽ ചെയ്യണം. അങ്ങ് തന്നെ ഇസ്രായേലിൻ്റെ ദൈവം ഓരോരുത്തരെയും കാവൽ ചെയ്യണേ കർത്താവേ. ഞങ്ങൾ രക്ഷ തന്നെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയാക്കണേ. ഞങ്ങൾ 1-ാമത്തെ സങ്കീർത്തനത്തിൽ വായിച്ചു, ഭക്തൻ പറയുന്നു, ഹല്ലേലൂയ, ഭക്തൻ പറഞ്ഞത്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. അവൻ അനേകർ എന്നെക്കുറിച്ച്, അവന് രക്ഷയില്ലെന്ന് അനേകർ എന്നെക്കുറിച്ച് പറയുന്നു. ദാവീദ് പറയുവാനിടയിൽ തീർന്നു. അവന് ദൈവത്തിൻ്റെ രക്ഷയില്ല എന്ന് കുത്തി പറയുന്നു. ദൈവത്തിൽ രക്ഷയില്ല എന്ന് അങ്ങനെ പറയുന്നത് ദുഷ്ടനാണ്. ദൈവമക്കൾക്ക് രക്ഷയില്ല എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തെ അനുഗമിക്കുന്നവർക്ക്, ദൈവമകന്, ദൈവം തിരഞ്ഞെടുത്തവന് രക്ഷയില്ല എന്ന് പറയുന്നത് ലോകമാണ്. ലോകം പകയ്ക്കും, ദുഷിക്കും, ചതിക്കും, വഞ്ചിക്കും, മുറിവേൽപ്പിക്കും. ആമേൻ. യേശു നമുക്കെല്ലാവർക്കും വേണ്ടി, അവൻ നമുക്ക് വേണ്ടി മുൾക്കിരീടം ചൂടി. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ആ മുൾക്കിരീടം. നമ്മൾ ധരിക്കേണ്ട മുൾക്കിരീടം, പാപികൾ ധരിക്കേണ്ട മുൾക്കിരീടം, പാപികൾ വെച്ചു കൊടുത്ത